Hey all, hope you are all doing great. അപ്പോൾ ദിസ് ഇസ് ഡേ 2 ഓഫ് റമദാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഓഫ് റമദാൻ? എനിക്ക് തീരെ ടൈം കിട്ടാത്തൊരു ദിവസമായിട്ട് തോന്നിട്ടോ. കാരണം എല്ലാം ഭയങ്കര ഹറി വറിയിൽ ചെയ്ത് ഒന്നിനും ടൈം കിട്ടാണ്ട് റമദാന്റെ ഇഫ്താർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടയർഡായി പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേയില്. സോ വരുന്ന ഓരോ ദിവസവും അതൊന്ന് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാ, കുറച്ചുകൂടെ ടൈംലി കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക, കുറെ കൂടി ദീനിലേക്ക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിലൊക്കെ ചോറിന്റെ ടൈമിൽ കുറെ ചോറും കറികളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ അതൊക്കെ കഴിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു 2 years ആയിട്ട് ഞാൻ എൻ്റെ ചോറ് ഭയങ്കര മിനിമലായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് വിളിക്കുമ്പോൾ പറയും, നമ്മൾ ഒരുപാട് ഭക്ഷണം ചോറിന്റെ ടൈമിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടയർഡ്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഫുഡ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് തീരെ ഒന്നും കഴിക്കാതെ നോമ്പ് പിടിക്കാന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന ഫുഡ്സ് കൂടുതലും ഇൻടേക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നോമ്പ് പിടിക്കുമ്പോൾ ഭയങ്കര ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾക്ക് ഈ ഒരു മന്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് കൂടുതൽ ദീൻ ഇംപ്രൂവ്മെന്റിന്റെ മന്താണ്. സോ നമ്മൾ ഈ നോമ്പ് പിടിച്ചിട്ട് ഡേ ഫുള്ളി നമ്മൾ ടയേർഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെയിം ലൈക്ക് ഇഫ്താർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ടയേർഡാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു 2 years ആയിട്ട് ഭയങ്കരമായിട്ട് മിനിമലായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഹൈഡ്രേഷൻ തരുന്ന ഫുഡ്സ് മാത്രം സുഹൂറിന് കഴിക്കും. എനിക്കത് വർക്കായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ എല്ലാ ദിവസവും ഒന്നും നോക്കാൻ പറയുന്നില്ല കേട്ടോ, കാരണം ചിലപ്പോൾ എല്ലാവരുടെയും ഹാബിറ്റ് പല രീതിയിലായിരിക്കും. സോ ജസ്റ്റ് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ വർക്കിംഗ് ടൈം 6 hours ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ഇത്ര വലിയൊരു ബേർഡനായിട്ട് നോമ്പിൽ തോന്നില്ല കേട്ടോ. കാരണം ക്ലൈമറ്റ് ഇവിടെ ഓക്കെയാണ്, നമുക്ക് അത്ര ചൂടൊന്നും തോന്നില്ല. നാട്ടിൽ നല്ല ചൂടാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. സോ ഈ രാവിലെ ഉറങ്ങി എഴുന്നേക്കാന്നൊക്കെ ഉള്ള ഒരു കാര്യം വരുമ്പോഴാണ് നമുക്ക് ചെറിയൊരു മടി വരുന്നത്. ബാക്കി നമുക്ക് നോമ്പ് പിടിക്കാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നുന്നില്ല കേട്ടോ. സോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ടൈം ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കാറില്ല കേട്ടോ. മറ്റെന്ത് കുക്ക് ചെയ്യാൻ നോക്കിയാലും എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോന്നും ഭയങ്കര സ്ലോയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നോർമലി കുക്കിങ്ങിന് എനിക്ക് ടൈം എടുക്കും. അപ്പൊ ഞാൻ ഇന്നലെ ഒരുപാട് ടൈം എടുത്ത് കുക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാം. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് അനിയനും ജിഞ്ചറും ഗാർലിക്കൊക്കെ എടുത്ത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ നെക്സ്റ്റ് ഡേ റെസിപ്പി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് എളുപ്പമാണ്. നമ്മളത് പീൽ ചെയ്തിട്ടും വാഷ് ചെയ്തിട്ടൊന്നും നമുക്ക് ടൈം പോവില്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചത് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടോ. അപ്പൊ എനിക്ക് അഡീഷണൽ ആയിട്ട് ഇതിനൊക്കെ എടുക്കുന്ന ടൈമൊക്കെ സേവ് ആക്കി കിട്ടി. ഇത് ശരിക്കും ഞാൻ നേരത്തെയൊക്കെ ഒരു 1 weekലേക്കൊക്കെ ചെയ്തു വെക്കായിരുന്നു. പിന്നെ ഒരിടെയായപ്പോൾ അതൊന്ന് സ്റ്റോപ്പായി. പക്ഷെ ഈ ഒരു നോമ്പിന്റെ ഒക്കെ ടൈമിൽ നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സെയിം ലൈക്ക് നമ്മളുടെ സ്നാക്സ് ഒക്കെ നേരത്തെ പ്രീഫിൽഡ് ചെയ്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. കാരണം എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹൈഡ്രേഷനും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആരെങ്കിലും ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഷുവർ ആയിട്ട് ഒന്ന് പറയാട്ടോ. കാരണം ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കി തീരാൻ ടൈം എന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ്സ് മുമ്പാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ആ ടൈമിൽ ഞാൻ സ്നാക്സ് ഒക്കെ പ്രീഫിൽഡ് ആക്കി വെച്ചിട്ട് കട്ട്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ അത് കുറച്ച് സമയം മുമ്പേ പുറത്തേക്ക് ഇറക്കി വെക്കണം നമ്മളിങ്ങനെ കുക്ക് ചെയ്യാൻ നേരത്ത്. അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതോടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയിട്ട് ഇരിക്കാം. ഞാൻ കഴിഞ്ഞ ഇയറിൽ ഇഫ്താറിന്റെ ഒക്കെ ടൈമിൽ ഞാൻ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, വർക്കിന് പോകുന്നോണ്ടായിരിക്കാം എനിക്ക് അത്ര ഗ്രാൻഡ് ആക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഓക്കെയാണ്, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, നമുക്ക് കുറച്ച് ഫുഡിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയേർഡ്നെസ് ആവുന്നതും കുറവായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാനും ഓതാനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ലേറ്റ് നൈറ്റ് ആയിട്ട് അത്താഴം കഴിക്കുന്നത് ആയിരിക്കും ബെറ്റർ. നേരത്തെ ഞാൻ ഇങ്ങനെ നേരത്തെ കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ആ ഒരു ഹാബിറ്റ് ഒക്കെ മാറ്റിട്ടോ. ചെറുതായിട്ട് ഇഫ്താറൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നിസ്കരിച്ച് കുറച്ചു നേരം അധികം നേരം ഇരുന്ന് ഓതും. കാരണം ഡേ ടൈമിൽ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പൊ ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത് ഓതുന്നതൊക്കെ ഞാൻ ഈവനിങ് ആണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ ബിരിയാണി ദം പൊട്ടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് കുറച്ച് അധികം നേരം ദമ്മൊക്കെ വയ്ക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത്താഴം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമയം കിട്ടിയോണ്ട് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ദമ്മൊക്കെ വെച്ച് അതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീക്കിലി ഒരു വൺസ് ഓർ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സിങ്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് വിനേഗറും ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഫസ്റ്റ് വൈറ്റ് വിനേഗർ ഒഴിച്ച് അതിന് ശേഷം കുറച്ച് നേരം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്ത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകും. ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് സോറ് പ്രിപ്പയർ ആക്കണം. നാളത്തേക്ക് ഞാൻ പ്രിപ്പയർ ആക്കാൻ പോകുന്നത് ചിയ പുഡിംഗ് ആണ് കേട്ടോ. കേസർ ചിയ പുഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അത്ര കേസർ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. സാഫ്രോണിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വേർഷൻ ഓഫ് ചിയ പുഡിംഗ്, സിമ്പിളാണ് കേട്ടോ, വേറെ ഒന്നുമില്ല.
സിമ്പിളായിട്ട് പക്ഷെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി സുഹൂർ മെനു അങ്ങനെ പറയാം. ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. കുറേ പേര് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് പ്രിപ്പയർ ആക്കാം. അതിന് ശേഷം ഞാൻ നേരെ കിടക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇപ്പോൾ 11 മണി ആയതിന് ഇതെല്ലാം കഴിഞ്ഞ് കിടന്ന് കഴിയുമ്പോഴത്തേക്കും എണീക്കാൻ നേരാവും. അപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിലും അതുപോലെ ഇൻസ്റ്റയിലും റീൽസിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. ഇനിയൊന്നുമില്ല, നേരെ പോയി കിടക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.